എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ സെറ്റപ്പൊക്കെ ബാഗും ഇതൊക്കെ സെറ്റപ്പൊക്കെ കണ്ടാൽ അറിയാമല്ലോ, ഒരു യാത്രയിലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ എറണാകുളത്ത് വന്നിരിക്കുകയാണ്. എറണാകുളത്ത് നെടുമ്പാശ്ശേരിക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് ഫ്ലൈറ്റ്. നമ്മൾ പോകുന്ന സ്ഥലം വഴിയെ പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ വന്ന ട്രെയിനിലാണ് വന്നത്. എന്താ പറയുക, ട്രെയിൻ ഇറങ്ങി അങ്ങ് നടക്കുവാണ്. നടന്ന് നോർത്ത് മെട്രോ സ്റ്റേഷനിലേക്ക് പോവുക. നല്ല വെയിലാണ്. സമയം വന്നിട്ട് 1 മണിയൊക്കെ അടുത്തായി. 1 മണിയായിരുന്നു. കറക്റ്റ് 1 മണിയായി. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് നോർത്തിൽ നിന്ന് മെട്രോ സ്റ്റേഷനിൽ കയറി ആലുവയിൽ ചെന്ന് ആലുവയിൽ നിന്ന് നേരെ ഒരു ഊബർ പിടിച്ച് എയർപോർട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ എത്തട്ടെ. അങ്ങനെ നടക്കുക. ഡാഡിയും മമ്മിയും ബാക്കിലുണ്ട്. അവർ ഒരു വേറെ സൈഡിലേക്ക് പയ്യെ നടന്നു പോകണം. എന്തോ മേടിക്കാൻ കടയിൽ കയറി ഞാൻ പയ്യെ അങ്ങ് നടക്കുക. അപ്പോൾ ബാക്കി മെട്രോ സ്റ്റേഷനിലെത്തിയിട്ട് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോ സ്റ്റേഷനിൽ കയറുക. ഇവിടെ നേരെ ആലുവ, നോർത്തിൽ നിന്ന് ടു ആലുവ. വേഗം നോക്കണം. മമ്മി അല്ല ഡാഡി അല്ല, തിരിഞ്ഞു പോയി. ടുവേർഡ്സ് അൽവ പ്ലാറ്റ്ഫോം 1. പ്ലാറ്റ്ഫോം 1ലേക്ക് പോവാം. വീണ്ടും വരുന്നുണ്ട്. വന്നവിടെ ഒന്ന് പോകില്ല. പോട്ടെ. മേളിലാണ് പ്ലാറ്റ്ഫോം 1. എൻ്റെ കാത്തിരിപ്പിന് ശേഷം മെട്രോ വന്നിരിക്കുന്നു. ആലുവയ്ക്ക് പോകാനുള്ള മെട്രോ വന്നിരിക്കുന്നു. അടുത്ത സ്റ്റോപ്പാണ് ആലുവ. ഇതേ സ്റ്റോപ്പ് കമ്പനിപ്പടിയാണ്. അത് പുളിഞ്ചോട്. അടുത്ത സ്റ്റോപ്പാണ് ആലുവ. അടുത്താണ് ആലുവ. അടുത്താണ് ആലുവ സ്റ്റോപ്പ്. ഇറങ്ങട്ടെ. സ്റ്റോപ്പ് എത്താറായി. വേണ്ട എങ്ങനെ എത്തും നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഈ സൈഡല്ല, ഈ സൈഡ്. ഷാമി ഇറങ്ങാൻ വഴിയായിട്ട് ക്യൂ നിൽക്കണം. ആണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ ഇറങ്ങണം. ഭയങ്കര തിരക്കാണ്. അങ്ങനെ പുറത്തേക്കുള്ള വഴി താഴത്തെ കൂടി. അങ്ങനെ ആലുവ സ്റ്റേഷനിൽ ഇനി ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഊബർ ബുക്ക് ചെയ്യണതാണ് കുറച്ചും കൂടി ഐഡിയ പരമായിട്ടുള്ള കാര്യം. ഓട്ടോക്കാർ ചിലപ്പോൾ എക്സ്ട്രാ ചാർജൊക്കെ ചെയ്യും. എന്തായാലും ഈ എയർപോർട്ട് എത്തിയിട്ട് ബാക്കി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ഈ ഓട്ടോയിൽ തന്നെ എയർപോർട്ട് ടെർമിനൽ 1ലേക്ക് ഉണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ പാലം. മെട്രോ സ്റ്റേഷനിൽ 11 കിലോമീറ്ററിലാണ് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോകുക. എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹോട്ടലായിരുന്നു. നല്ല ഫുഡായിരുന്നു. എയർപോർട്ടിൽ പോണവർ ട്രൈ ചെയ്യുക. ബിരിയാണി അടിപൊളിയായിരുന്നു. സൂപ്പർ ബിരിയാണി. വീഡിയോ ഒന്നും എടുത്തില്ല. സൂപ്പർ ബിരിയാണി.
എത്തിക്കൊണ്ടിരിക്കുന്നു. എയർപോർട്ടിൻ്റെ കാഴ്ചകൾ കാണിച്ചു. അടിപൊളിയല്ലേ? അങ്ങനെ എയർപോർട്ടിനകത്ത് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഫ്രീ പാർക്കിങ് ഫ്രീ ആണ്. അങ്ങനെ എയർപോർട്ടിൽ എൻട്രി ചെയ്തു. ടെർമിനൽ 1 ആട്ടോ ഡൊമസ്റ്റിക്. ഡൊമസ്റ്റിക് ടെർമിനൽ 1 ഇടത്തോട്ട് തിരികെ. പോകണം. മറ്റേ ഒന്നര വണ്ടിയൊക്കെ സെറ്റപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് പയ്യെ ലഗേജൊക്കെ വെച്ചിട്ട് പയ്യെ പോവുക. എൻട്രൊക്കെ അടിച്ചിട്ട് നോക്കാം. ടെർമിനൽ 1 പിന്നെ എയർപോർട്ടിനകത്ത് എൻട്രി ചെയ്ത് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്യണം. ഫ്രഷപ്പ് ആവണം. ഫ്രഷപ്പ് ആയിട്ട് സമയമുണ്ട് നമുക്ക്. 7:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ 3 മണിയായപ്പോൾ തന്നെ വന്നു. ഇവിടെ നേരത്തെ വന്നു. തിരുവനന്തപുരത്ത് വന്നു. എന്നിട്ട് ഇനിയിപ്പോൾ അവരുടെ കൗണ്ടറിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് സെക്യൂരിറ്റി ചെക്കൊക്കെ ചെയ്ത് മുകളിലേക്ക് പോകണം. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് ബാക്കി അതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. 4:30ക്കാണ് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ വെറും 3:10 ഉള്ളൂ. അപ്പോൾ 4:30 വരെ വെയിറ്റ് ചെയ്യണം. അത് വെയിറ്റ് ചെയ്തിട്ടാണ് ചെക്കിങ് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മൾ കൊച്ചി ടു ഹൈദരാബാദാണ്. അപ്പോൾ ചെക്കിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ലഗേജൊന്നും കൊടുക്കാനൊന്നുമില്ല. ചെക്കിങ് ബാഗ്സൊന്നുമില്ല, അതിൽ കൊണ്ടുപോകാനുള്ളൂ. അപ്പോൾ ഇനി സെക്യൂരിറ്റി ചെക്കിനും പോകണം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് 6:25 ബോർഡിങ് തുടങ്ങണമെന്ന് പറയും. സെക്യൂരിറ്റി ചെക്കിങ്ങിന് കയറാൻ പോകണം. അവിടെയാണ് സെക്യൂരിറ്റി ചെക്കിങ് പരിപാടിയൊക്കെ. ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും കാണിച്ചു പോട്ടെ. സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മുടെ ഗേറ്റ് നമ്പറിലേക്ക് പോവുക. ഗേറ്റ് നമ്പർ 6 ആണ്. 4 ആയേ ഉള്ളൂ. 6ലേക്ക് പോവുകയാണ്. 6 4 5 6 അങ്ങേറ്റത്താണ് 6 കാണുന്നുണ്ടോ? 6 5 കഴിഞ്ഞാൽ 6. അപ്പോൾ അവിടെയാണ്. അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഫ്ലൈറ്റ് പൊടിയാൻ പോകുന്നു. ഫ്ലൈറ്റ് പൊടിയാൻ വേണ്ടി പോകാൻ പോകണം. ഫ്ലൈറ്റ് അവിടെ നിൽപ്പുണ്ട്. താഴത്തേക്ക് ഇറങ്ങാം. ഇപ്പം ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്ക് മറ്റേ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് സെലക്ട് ചെയ്തപ്പോൾ ഞാൻ സീറ്റ് അടുത്തടുത്ത് സെലക്ട് ചെയ്തില്ല. എല്ലാം വേറെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ സെലക്ട് ചെയ്യാൻ മറന്നുപോയി. ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ധൃതിയിൽ. അപ്പോൾ പലയിടത്തും പലയിടത്താണ്. എല്ലാം പലരും പലയിടത്താണ്. വാപ്പല്ല, ഉമ്മായി കട്ടായി പലരും പലയിടത്താണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. അതെ, ഫ്ലൈറ്റിൽ കയറാനുള്ള തിരക്കാണ്. ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതേ കിടക്കുന്നത്. നമുക്ക് പോകാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകണം. അങ്ങനെ അവിടെയും ചെക്ക് ചെയ്തു. ഇവിടെയും ചെക്കിങ് ഉണ്ടായിരുന്നു. അതും ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടക്കുക. ഹൈദരാബാദ് എന്നിട്ടല്ലേ? ഫ്ലൈറ്റിലൊന്നും പഠിച്ചില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊന്നുമില്ല. ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി സീറ്റ് കണ്ടുപിടിച്ചിരിക്കട്ടെ. എന്നിട്ട് ബാക്കി കാണിക്കാം. വീഡിയോഗ്രാഫി സ്ക്രോൾ ഇട്ടിടന്ന് വന്നിട്ടിരിക്കണം. അത് വീഡിയോ എടുക്കുന്നുണ്ട്.
ഒരു അതിനകത്ത് ഇറക്കാം. സീറ്റിൽ കയറിയിട്ട് ഇവിടെ സെൻട്രൽ സീറ്റ് മിഡിൽ സീറ്റാണ് കിട്ടിയായിരുന്നു. പിന്നെ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ടേക്ക് ഓഫ് ചെയ്യും. എല്ലാവരും കയറി ടേക്ക് ഓഫ് ചെയ്തിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫുഡ് മെനു ആണ്. ടിക്കന് ഇതിൽ 300 രൂപ, ഏതെടുത്താലും 300 രൂപ. ഇതും 200 രൂപ ഏതെടുത്താലും. ഇത് 200 രൂപ, ഇത് 200 രൂപ. ചായക്കൊക്കെ ഏതെടുത്താലും 200 രൂപ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകണം. ഹൈദരാബാദ് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. വന്ന ഫ്ലൈറ്റാണ്. ഇനി ഇവിടെ നിന്ന് നാളെയാണ് ഫ്ലൈറ്റ്. 3 വണ്ടി ഫുള്ളായി. ആ വണ്ടി അടുത്ത വണ്ടി ബസ് പൈലറ്റിനൊക്കെ പോകുമ്പോൾ വേണ്ടിയുള്ള വണ്ടിയാണ് ആ സൈഡിൽ കിടക്കുന്നത്. ഈ വണ്ടി കയറാം. നോക്കിയൊക്കെ കയറ്. അടുത്ത എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്യാൻ പോകണം. ഹൈദരാബാദ് എയർപോർട്ട്. ഇവിടെ നിന്നാണ് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ്. അടുത്തത് 5 മണിക്കാണ്. ഇന്നല്ല, നാളെ രാവിലെ 5 മണിക്ക്. ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ അകത്ത് കയറിയാണ്. ഇന്നിപ്പോൾ ഫുഡ് വിശക്കണം ഭയങ്കരമായിട്ട്. 10 മണിയായി. 10 മണിയായിട്ട് ഇനി ഇവിടെ എന്ത് കിട്ടുമെന്ന് അറിയില്ല. ഫുഡ് കഴിക്കണം. എന്താ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ചപ്പാത്തിക്ക് തന്നെ കൊടുക്കണം കിഡ്നി. നോക്കാം, ഭയങ്കര റേറ്റല്ലേ എയർപോർട്ട്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകും. ഇവിടെ നിന്ന് ഹൈദരാബാദ് ടു ജയ്പൂർ. രാവിലെ 10 മണിയാകുമ്പോൾ ഫ്ലൈറ്റ് ഇതാവും. ഇവിടെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. 1/2 മണിക്കൂർ ഭുവനേശ്വറിൽ നിർത്തിയിടും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജയ്പൂർ. ഇന്നും ഫ്ലൈറ്റ് ആയിപ്പോയി. ഫ്ലൈറ്റ് കുറച്ചെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ. അങ്ങനെ ഫ്ലൈറ്റ് അകത്ത് കയറി സീറ്റ് കണ്ടുപിടിക്കണം. 20 DEF 15, 16, 7. बनने की प्रक्रिया जारी है, इसलिए आप अपनी सीट पर बैठे रहें, सीटें ना बांधें और सभी इलेक्ट्रॉनिक उपकरण बंद कर दें। धन्यवाद। വിൻഡോ സീറ്റ് ഉണ്ട്. സീറ്റൊക്കെ കിട്ടി. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. അങ്ങോട്ട് പോയപ്പോൾ ടേക്ക് ഓഫ് സമയത്ത് എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നു. അതെന്താണ് ഇനി കയറുമ്പോൾ എനിക്ക് ഇനി ടേക്ക് ഓഫ് എടുക്കുമ്പോൾ വീഡിയോ എടുക്കാം. അങ്ങ് ദൂരെ അട്ടിയായിട്ട് ഇട്ടേക്കണം. ഇതൊരെണ്ണം ടേക്ക് ഓഫ് ചെയ്യണം. പോയാ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല.
ജയ്പൂർ എയർപോർട്ടിലല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് പാർട്ട് 1 വീഡിയോ. അത് കഴിഞ്ഞിട്ട് പാർട്ട് 2 ഉണ്ടാവും. ഇവിടെ നിന്ന് അടുത്ത് എങ്ങോട്ടാണ് പോകണമെന്നുള്ള ഉള്ള വീഡിയോ ഇവിടെ നിന്ന് തന്നെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.